ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ ആയിട്ട് എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു ബീച്ച് വരെ പോകാമെന്ന്. അപ്പം നമ്മുടെ ജില്ലയിൽ ബീച്ചൊന്നുമില്ല, പത്തനംതിട്ട. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. രാവിലെയൊക്കെ ഭയങ്കര വെയിലാണ്. ഇപ്പോൾ രാവിലെ പോയാലും ഞങ്ങൾക്ക് എന്തായാലും ഒരു 2 മണിക്കൂർ വേണം. അപ്പം 2 മണിക്കൂറിന് ശേഷം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല വെയിലായിരിക്കും. ഞങ്ങളൊരു 2 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് പോലും ഭയങ്കര വെയിലായിരുന്നു. ഒരു 6 മണി ടൈമൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ചു. ചായയും പിന്നെ ഏത്തയ്ക്കാപ്പവും കൂടിയാണ് കഴിച്ചത്. നല്ലതായിരുന്നു. എന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു നാരങ്ങ വെള്ളമൂടെ കുടിച്ചു. അതും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഞാൻ ഇതുവഴി പോകുന്നത് ആദ്യമായിട്ടാണ്, ചങ്ങനാശ്ശേരി വഴി. ഞാൻ ഇതിനു മുന്നേ പോകുന്നത് നമ്മുടെ തിരുവല്ല അമ്പലപ്പുഴ വഴിയാണ് ഞാൻ ഇതിനു മുന്നേ പോയിട്ടുള്ളത്. ഈ വഴി ആദ്യമായിട്ടാണ് വരുന്നത്. ഇതാണ് എളുപ്പം. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ വന്നു. ബീച്ചിൽ വന്നിട്ട് കുറേ നേരം അവിടെ കളിച്ചു. നല്ല രസമായിരുന്നു. പക്ഷെ അതുപോലെ ഭയങ്കര വെയിലുമായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ കടലമ്മ കള്ളീന്ന് ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് അതിങ്ങനെ ഓടിപ്പോവും. നല്ല രസമായിരുന്നു. അങ്ങനെ ബീച്ചിൽ കുറേ നേരം നിന്ന് കളിച്ചു. എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം കടലിലേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഈ സമയത്ത് പോകുന്നതിനെക്കാട്ടിലും ഒരു 6 മണിക്ക് ശേഷം പോകുമ്പോൾ വെയിലൊന്നുമില്ല. അവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് സമാധാനത്തോടെയും കടലിലേക്ക് നോക്കിയിരിക്കാം. അങ്ങനെ എന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് മറ്റേ സെക്യൂരിറ്റിക്കാരുണ്ടല്ലോ, ഇടയ്ക്ക് വന്നിങ്ങനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കടലിൽ നോക്കി നിന്ന് കുറേ നേരം കളിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോവാണ്. ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. തൊട്ടടുത്ത് ഇപ്പുറത്തായിട്ട് ഒരുപാട് കടകളുണ്ട്, ഒത്തിരി കടകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഒരു കടയിൽ നിന്ന് ഐസ്ക്രീം കഴിച്ചു. നല്ല ഐസ്ക്രീമായിരുന്നു. ഞാൻ മാംഗോ ആയിരുന്നു, എൻ്റെ ബ്രദറ് വാനില ആയിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് തിരിച്ച് ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു റോഡ് സൈഡിലെ ഒരു ഷാപ്പിൽ കയറി. അവിടെ ഒത്തിരി ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു വൈബൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അവിടെ ആലപ്പുഴ സൈഡിൽ ഒരുപാട് ഷാപ്പുകളുണ്ട്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഒരുപാട് കണ്ടു. പക്ഷേ അതൊക്കെ നല്ല ദൂരമായിരുന്നു നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന്. ഇതാകുമ്പോൾ വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഫുഡൊന്നും വാങ്ങിയില്ല. പാലപ്പവും കപ്പയും മീൻകറിയും ബീഫ് റോസ്റ്റും ഇത്രയാണ് വാങ്ങിയത്. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറേ ലേറ്റായി. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 8:15 ആയി. നല്ലപോലെ താമസിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.